ഹലോ. രാവിലെ തന്നെ വസുമതിക്കൊരു പ്രേമലേഖനം ഉണ്ടെന്ന് റൂംമേറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൊറിയർ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ടീമു. ചിലർ ടീമു എന്ന് പറയും, ചിലർ ടെമു എന്ന് പറയും. നമ്മുടെ നാട്ടിലത്തെ മിന്ത്ര പോലത്തെ ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരു ലൈറ്റാണ്, ലാമ്പാണ്. അപ്പോൾ എൻ്റെ പുറകിലുള്ള ഒരു വാർഡ്രോബ് കണ്ടില്ലേ, അതിൻ്റെ ലൈറ്റ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു ലാമ്പ് വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കോഡ് കിട്ടും. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു മൗസാണ്, വയർലെസ് മൗസ്. എൻ്റെ ലാപ്ടോപ്പിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെനിക്കൊരു അബദ്ധം പറ്റി വാങ്ങിച്ചതാണ്. കാണാൻ ഭയങ്കര രസമുണ്ടെങ്കിൽ ഇത് ബാറ്ററി ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വയർലെസ് മൗസ് അബദ്ധം പറ്റിപ്പോയതാണ്. പിന്നെ ഈ വളരെ അത്യാവശ്യം, അതായത് 2000 ഫോളോവേഴ്സും 36 ലൈക്കും കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസറിന് വളരെ ആവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ട്രൈപോഡ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ആഡ് കണ്ട് വാങ്ങിക്കുന്നതായിരുന്നു. അതായത് ഇത് ഒരു പ്രോപ്പർ ട്രൈപോഡ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു നമ്മൾ മൊബൈലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് കം ട്രൈപോഡ് പോലെ. ഇതെങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. അതായത് ഇതൊരു വാക്വമിൽ നിൽക്കുന്ന സാധനമാണ്. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ സർഫസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വുഡൻ സർഫസ് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ സർഫസിൽ നമ്മൾ ഇത് വാക്വം ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് വെക്കുന്നത്. ഇത് മൊബൈലിൽ വെക്കുന്ന ഏരിയ. കുറേ നേരമായിട്ട് പയറ്റാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാൻ വേണ്ടി. ഇപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. എന്തായാലും ഇതിങ്ങനെയൊക്കെ മൂവബിളാണ് ഗൈസ്. പിന്നെ ഇത് ഞാൻ വായിച്ചതിൻ്റെ മാനുവൽ വായിച്ചത് വെച്ചിട്ട് ഇതിന് 2 മാഗ്നറ്റ് വന്നിട്ടുണ്ട് കൂടെ. അതിൽ ഒരു മാഗ്നറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ അതിൻ്റെ മൊബൈൽ വയ്ക്കുന്ന സർഫസിൽ ഒരെണ്ണം വെക്കുക. പിന്നെ ഒരു മാഗ്നറ്റ് നമുക്ക് കൂടെ കിട്ടുന്നത് നമ്മൾ ഫോണിൻ്റെ ബാക്കിൽ വെക്കാനുള്ളതാണ്. പിന്നെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചൊരു ഗിഫ്റ്റാണ്. ഒരു ബാഗാണ് കേട്ടോ. അത് നമുക്ക് യൂണിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും വലിയ മറ്റേ 2 സൈഡ് ബാഗ് ആയിട്ടുകൊണ്ട് പോകുന്നു. അപ്പം ഇതെനിക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ ബാഗ് ഇഷ്ടമായിരുന്നു. അപ്പം ഇത് ഞാനൊന്ന് വാങ്ങിച്ചു. ഞാൻ ഇതുവരെ ടിമോന്ന് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മീഷോയിൽ വാങ്ങിക്കുന്നവർക്കൊക്കെ നന്നായിട്ടറിയാം. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സാധനം നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പം ഇതും എനിക്ക് അഫോർഡബിളായിട്ട് കിട്ടിയതാണ്. ഇപ്പോൾ ടിമോയിൽ ഞാൻ ഇത് വാങ്ങിച്ചപ്പം എനിക്കൊരു 5 പൗണ്ടോളം ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലപോലെ സ്പേസും അത്യാവശ്യം കുറച്ചധികം കള്ളികളും ഒക്കെ ഉള്ള ബാഗാണ്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റാണല്ലോ, മോശമാവില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. 4 സാധനങ്ങളും ഞാനും, മൗസ്, ബാഗ്, ലൈറ്റ്, പിന്നെ ഒരു കുഞ്ഞ് ട്രൈപോഡ്. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.